ഹാപ്പി ബർത്ത്ഡേ. ചോക്ലേറ്റ് എടുക്ക്. അമ്പലത്തിലൊക്കെ പോയോ? അതൊക്കെ കാലത്തെ പോയി. വേറെ ഒരു സഹോദരൻ. നില ഡ്രസ് എവിടെ നിന്ന് എടുത്ത്? രാജാസിന്ന? അല്ല, സിൽക്ക് മന്ദിർ. അച്ഛന്റെ സെലക്ഷനാ. ഓ, ഒന്ന് തിരിഞ്ഞ്. ചോക്ലേറ്റ് എടുക്ക്. ഒന്നുകൂടെ എടുക്ക്. വേണ്ട, മതി. എരുമയെ പോലെ വളർന്നല്ലോ. എനിക്ക് ഒരെണ്ണം കൊണ്ട് എന്താവാനാ? ദാ ഒന്നുകൂടെ ഇട്. എടാ വിടല്ലേടാ, വിട്ടാലവ അടിക്കും. താങ്ക് യു. താങ്ക് യു. ഇന്ന് എന്റെ എന്താ? വിഷൊന്നും തരുന്നില്ലേ? ഹാപ്പി. ഹാപ്പി ദീപാവലി എന്നാണോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. ഇപ്പൊ ഇങ്ങനെ വേർക്കാൻ മാത്രം ആരെങ്കിലും തന്നെ എന്തെങ്കിലും ചെയ്തോ? വിടാ. ഏയ്, എന്റെ ബ്രദർ ഒരു സ്പോർട്സ്മാൻ ആണ്. അതാണ് ഇങ്ങനെ വേർക്കുന്നത് അല്ലേ? എന്തു പറ്റി? എന്താണ് നെഞ്ചിടുന്ന് ഇങ്ങനെ ഇടിക്കുന്നത്? എന്താ പറ്റിയത്? നീ ഒന്ന് കൈവച്ച് നോക്ക്. നീ ഇപ്പൊ വെള്ളം എടുത്തിട്ട് വാ. എഴുന്നേക്കടാ. മയങ്ങി വീഴാൻ മാത്രം ജാനുവിൽ എന്താണുള്ളതെന്ന് ശുഭയ്ക്ക് മനസ്സിലായില്ല. പെൺപിള്ളേരെ പോലെ തലകറങ്ങി വീഴുന്നോ? നാണം കെടുത്താതെ എഴുന്നേക്കടാ പോത്തെ. എന്നെ ഒരുത്തൻ ഇതുപോലെ പ്രേമിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പാവൻ ജാനുവിനും മനസ്സിലായില്ല. പക്ഷെ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കെ രാമചന്ദ്രൻ എന്ന എനിക്ക് ആ അവസ്ഥയിലും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. സ്കെയിൽ വെച്ച് വരച്ച വരമാതിരി എൻ്റെ ശ്രദ്ധ മുഴുവൻ എപ്പോഴും ജാനുവിൻ്റെ മേലെ തന്നെയായിരുന്നു. ഞാൻ ജാനുവിനെ കല്യാണം കഴിച്ച അവളുടെ പേരെന്താണെന്ന് അറിയാവോ? ജാനകി രാമചന്ദ്രൻ. യാതൊരു പ്രശ്നങ്ങളും കൂടാതെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു.